ഇന്ന് വീട്ടിൽ പോയിട്ട് വന്നപ്പോഴേ അമ്മ കുറച്ച് കൊഴുവയുണ്ടല്ലോ, നത്തോലി എന്നൊക്കെ പറയും, പലയിടത്തും പല പേരാണ്. അതൊക്കെ വാങ്ങി വൃത്തിയായിട്ട് വെട്ടി ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ പുരട്ടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു, കുറച്ച് കപ്പയും കൂടി വാങ്ങിച്ച് രാത്രിയിലത്തോട്ട് അതാക്കിയാലോ എന്നുള്ളത്. അപ്പം പിന്നെ ഒട്ടും താമസിച്ചില്ല, കുറച്ച് കപ്പ മേടിച്ചിട്ട് പോന്നു. അത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. ഒരു 2 വിസിൽ വരെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുകയാണ് കപ്പയ്ക്ക് വേണ്ടിയിട്ട്. അതിലോട്ട് തന്നെ വേപ്പിലയും സവോളയും കൂടി ഇടുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് വെന്ത് വരണം. ഒരു ശകലം ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വേവിച്ച് പാകമായിട്ടുള്ള കപ്പ കൂടി അതിലോട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അത്രയേ ഉള്ളൂ, കപ്പയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് മീനാണ് റെഡിയാക്കാനുള്ളത്. ഓൾറെഡി തന്നെ അമ്മ നല്ലോണം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടിയാണ് തന്ന് വിട്ടത്. അത് ഞാനൊരു പാത്രത്തിലോട്ട് ഫുള്ളായിട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് പകുതി എടുത്ത് മാറ്റുകയാണ്. പകുതി വറുക്കുകയും ചെയ്യാം, പകുതി പീരയും പറ്റിക്കുക പറഞ്ഞ് മാറ്റുകയാണ്. ഇത്രയാണ് ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ. അതിലോട്ട് ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ഉപ്പൊക്കെ ആഡ് ചെയ്യുകയാണ്. കാരണം വറുക്കാനാകുമ്പോൾ കുറച്ചുകൂടി മുളക് പൊടി വേണം. ഉപ്പും അമ്മ പറഞ്ഞു കുറച്ചുകൂടി ആഡ് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഉപ്പും ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഫിഷ് വറുക്കാനായിട്ട് ഞാനൊരു പാനിൽ അത്യാവശ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ ഞാനൊരു ബെഡ് പോലെ വേപ്പില ഇടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം 3-4 തണ്ട് വേപ്പിലയോളം ഞാൻ എണ്ണ മൂത്ത് വരുമ്പോഴത്തേക്ക് ലെയറായിട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്കാണ് ഫിഷ് വറുക്കാനുള്ളത് ഇടുന്നത്. അത് പിന്നെ അറിയാമല്ലോ, 2 വശം മൊരിയുന്ന രീതിയിൽ വറുത്ത് നമ്മൾ കോരിയെടുക്കുകയാണ്. മീൻ പീരയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരണ്ടിയതിലോട്ട് ഒന്ന് ചതച്ച ഇഞ്ചിയും ഒരു പിടിയോളം അളവിൽ ചതച്ച ചെറിയ ഉള്ളി, അതുപോലെ ഞാനിവിടെ കാന്താരി മുളക് എടുത്തേക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടായത്, നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും എടുക്കാം, അത് ചതച്ചതും ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില ഇത്രയും ചേർത്ത് ഒരു ശകല എണ്ണയും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് കൈവച്ച് തിരുമ്മി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഒരു 1-2 മിനിറ്റോളം നല്ലോണം തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വെച്ചിരുന്ന ഈ മീനുണ്ടല്ലോ അതുകൂടി അതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരെ അടുപ്പത്തോട്ട് ചട്ടിയിലായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഒരു കൈപ്പിടി അളവിൽ ഒന്ന് വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു പകുതിയൊക്കെ വേവാകുമ്പോഴത്തേക്ക് ഞാൻ 2 പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. എന്നിട്ട് വെന്ത് വന്നതിന് ശേഷം നന്നായിട്ട് എണ്ണയൊക്കെ തെളിയുമല്ലോ, അങ്ങനെ വെന്ത് വന്നതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ പുറമേ ഒഴിച്ചിട്ട് ഞാനിത് വാങ്ങുകയാണ്. കപ്പയ്ക്കൊപ്പം മുളകില്ലാതെ എങ്ങനെയല്ലേ. ഞാനൊരു 10-12ഓളം ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് തന്നെ കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. ഇതിനി ഇതൊന്ന് ചതച്ചെടുക്കണം നല്ല രീതിയിൽ. അരകല്ലില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഇടിയൻകല്ലിൽ വെച്ച് ചതച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ചതച്ച് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഒരു 1-2 മണിക്കൂറത്തെ എഫർട്ടിന് ശേഷം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ റെഡിയാക്കിയേക്കണം എന്നൊന്നുകൂടി നോക്കാം. മീൻ വറുത്തതുണ്ട്, അതിൽ നമ്മൾ കുറച്ച് സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്, മീൻ പീരയുണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് അമ്മ കുറച്ച് മീൻ കറി തന്നു വിട്ടായിരുന്നു, അത് മത്തിയായിരുന്നേ, അതുമുണ്ട്, പിന്നെ മുളകിടിച്ചതുണ്ട്, കപ്പയുണ്ട്. പിന്നെ നമുക്ക് എന്തിൻ്റെ കൂടെ ഇവിടെ കട്ടൻ ചായ പോകും കേട്ടോ. കട്ടൻ ചായ ഭയങ്കര ഫേവറേറ്റാണ്, അപ്പോൾ കട്ടൻ ചായ ആക്കിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ അമ്മ ഒരു വാഴയില നല്ലോണം വാട്ടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെരിച്ചിട്ട് അതിലിതെല്ലാം ഓരോ സൈഡിലായിട്ട് വിളമ്പിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ കഴിച്ചു തുടങ്ങുകയാണ്. കപ്പ എന്തായാലും നടുക്ക് തന്നെ വെച്ചിട്ടുണ്ട്, പയ്യെ കഴിച്ചു തുടങ്ങുക. അപ്പോൾ ഇതിൻ്റെ മണം അടിച്ചിട്ട് ഒരാൾ വന്ന് ഇരിപ്പുണ്ട്, ഈ മീനിൻ്റെ എല്ലാം, മീൻ വറുത്തതിൻ്റെയും മീൻ പീരയുടെയൊക്കെ ഇങ്ങനെ ആകുന്ന ആ ഒരു മണം അടിച്ചിട്ട് ഒരാൾ ഇവിടെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവനെന്തായാലും കപ്പ കഴിക്കത്തില്ല, അവൻ ചോറേ കഴിക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ കഴിച്ച അതേ ഇലയിൽ തന്നെ ആ മുളകും വേപ്പിലയും ഒക്കെ മാറ്റിയിട്ട് അവന് ചോറിടുകയാണ്. കുറച്ചധികം ചോറ് ഇടുന്നുണ്ട്, കാരണം അവൻ അത്രയും കൊതിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ചോറിട്ട് ഇതെല്ലാ കറികളും, മുളക് ഒഴികെയുള്ള എല്ലാ കറികളും നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മീൻ വറുത്തതും മീൻ പീരയും മീൻ കറിയുടെ ചാറും എല്ലാം ആഡ് ചെയ്തിട്ട് ആദ്യം അവനൊന്ന് വാരിക്കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ അവൻ തന്നെ ഞാൻ തിന്നോളാം മമ്മി എന്നും പറഞ്ഞ് വന്നിരുന്ന് തിന്നുവാണ്.
അങ്ങനെ അവനും ഫുള്ള് കഴിച്ച് കുറച്ച് മാത്രമേ ബാക്കി വെച്ചുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് അവനും കഴിച്ച് അവനും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനിയും നമ്മൾക്ക് ഒത്തിരിയൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. നമ്മുടെ കർക്കിടക സീരീസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇനി ഓണത്തിൻ്റെയൊക്കെ ആയാലും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.